എല്ലാവിധ വയലൻസുകളും നിയമപ്രകാരം തെറ്റ് തന്നെയാണ്. കിട്ടിക്കഴിഞ്ഞാൽ പിടിച്ച് ഉള്ളിലിടും. ഇങ്ങനെ ഒറ്റ വാണിങ്ങി തീർക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പാവം എഡിറ്റ് ചെയ്ത ആൾക്കാർക്ക് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പക്ഷേ വാർണിങ്ങിന്റെ സാധനം ഇട്ട് കളിക്കാൻ മാത്രം കുറെ സമയം എടുത്താണ്. ബ്രൂട്ടൽ പടം എന്ന് പറഞ്ഞാൽ ബ്രൂട്ടൽ പടം. ദയവ് ചെയ്ത് ഫാമിലി ആയിട്ടോ, ഇനി പിള്ളേരെ കയറ്റാൻ പറ്റില്ല, കാര്യം A സർട്ടിഫിക്കറ്റ് പടമാണ്. ഇനി വല്ല OTT വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ പിള്ളേർ ഇത് കാണിക്കാതിരിക്കുക, ഫാമിലി ആയിട്ട് ഇത് കാണാൻ പോവാതിരിക്കുക ശ്രമിക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയലൻസ് അത്യാവശ്യമല്ല, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ മറ്റേ ഒരു ഇന്ത്യാസ് മോസ്റ്റ് ഗോർ മൂവി എന്ന് പറഞ്ഞിട്ട് കില്ലിന് ഒരു ഇതുണ്ടായിരുന്നു, ടൈറ്റിൽ ഉണ്ടായിരുന്നു. അത് അതിനകത്ത് എടുത്ത് ഇതിനകത്തേക്ക് ഇങ്ങനെ വെക്കണേണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വയലൻസ് ഒരു രക്ഷയില്ല. എൻ്റെ മോനെ, എൻ്റെ അടുത്തിരുന്ന ചേട്ടരൊക്കെ കുറച്ചു നേരം ഇത് ഇങ്ങനെയൊക്കെ ഇരിക്കണമായിരുന്നു. അതേപോലെ സെയിം വയലൻസ്, എല്ലാ കാറ്റഗറിയിലും വയലൻസ് ഉണ്ട്. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ മലയാളം പടത്തിനകത്ത് ആരും തൊടാത്തൊരു കാറ്റഗറി ഓഫ് വയലൻസ് ഉണ്ട്. അതിനകത്ത് വരെ ഇവർ കൈകടത്തി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഐ മീൻ നമുക്ക് തന്നെ എന്തോ പോലെ ആവും ആ ഒരു പെർട്ടിക്കുലർ പോർഷൻ എത്തുമ്പോഴത്തേക്ക്. സ്പോയിലറായിട്ട് ഞാൻ പറയുന്നില്ല. അയ്യോ, മനസ്സിന് കട്ടിയില്ലാത്തവരൊന്നും ദയവ് ചെയ്ത് പോയി കാണരുത്. കാര്യം പറയാം, എൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ റോയിൽ നിന്നൊരു ചേച്ചിയൊക്കെ എന്താ പറയുക, ഓൾമോസ്റ്റ് പുള്ളിക്കാരി ഇങ്ങനെ പോയാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അത്രക്ക് പുള്ളിക്കാരിക്ക് പറ്റുന്നില്ലായിരുന്നു വയലന്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഇതാണെന്നുണ്ട്. പിന്നെ സ്റ്റോറി അങ്ങനെ ബേസ് ചെയ്തൊന്നും പോരുത്. സ്റ്റോറി ഉണ്ട്, സ്റ്റോറി ഇല്ലെന്നല്ല പറയുന്നത്. സ്റ്റോറി ബേസ് ചെയ്ത് പോരുത്. ഒരു വയലന്റ് പടം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആക്ഷൻ മാസ് പടം, മാസമല്ല ഒരു ആക്ഷൻ പാക്ക് പടം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോവുക. അടിപൊളി സിനിമയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട്, പക്ഷെ ഇത് ഭയങ്കര വയലന്റ് ആണ് ഈ പടം, മനസ്സിലായ? ഇത് നോട്ട് എവ്രി വൺസ് പീസ് ഓഫ് കേക്ക്, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്, എനിക്ക് പേഴ്സണലി സിനിമകളിൽ കാണാൻ ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വയലൻസ് ഉണ്ട്. അത് ഈ സിനിമയിൽ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അതാരാണോ ഒഴിവാക്കിയത് അവന് വലിയൊരു നന്ദി. ആ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വയലൻസ് ഒഴിവാക്കാനുള്ള ഐഡിയ ആരുടെ ആയിരുന്നു, അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നി അത് അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ആരാണോ മനസ്സ് കാണിച്ചത് അവർക്കൊരു വലിയ നന്ദി. ഈ പടം കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മിഖായലിലെ വില്ലനില്ലേ സിദ്ദീഖ്, പുള്ളിക്കാരനോടൊരു സഹതാപമൊക്കെ തോന്നും. അതായത് മാർക്കോ ഇറങ്ങുന്നതിന് എന്താ പറയുക, കുറേ നാൾ മുന്നേ തുടങ്ങിയ ഒരു ഡിസ്കഷനാണ് എന്താ പറയുക, മിഖായലിലുള്ള ആ ഒരു ക്യാരക്ടർ, ആ മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി പോലെയാണ് കാണിക്കുന്നത് എന്നുള്ളൊരു ഇതിങ്ങനെ പറയുന്നുണ്ട്. അതിനകത്ത് പുള്ളി എന്തുകൊണ്ട് അങ്ങനെയൊക്കെ കാണിക്കുന്നു എന്ന് ചിലപ്പോൾ നമുക്ക് ഇതിനകത്ത് കണക്ട് ആയേക്കാം. ഇതിനകത്ത് ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് ഇതൊരു ഇൻഡിവിജ്വൽ പടമാണ്, എന്താ പറയുക, വേറെ പടങ്ങളായിട്ടൊന്നും ബന്ധമില്ല എന്നുള്ളത്. പക്ഷെ എന്നാലും നമുക്കൊരു കണക്ഷൻ പോലെ തോന്നിയേക്കാം. നമുക്ക് മറ്റേ വില്ലനൊന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ ചിലപ്പോൾ ഇങ്ങനെ തോന്നിയേക്കാം. ചില സ്ഥലങ്ങളിൽ ആക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നടക്കാൻ നേരത്ത് കുറച്ച് ഇരുട്ടധികം കൂടിപ്പോയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ കണ്ട തിയേറ്ററിൻ്റെ പ്രശ്നമാണോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇനി അങ്ങനെ തന്നെ ആണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് കുറച്ച് ഇരുട്ടധികം കൂടിപ്പോയ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സംഭവം വന്ന പോലെ ഉണ്ടായിരുന്നു. സംഭവം എന്തായാലും കിടിലായിട്ടുണ്ട്. എനിക്കുണ്ടല്ല കുറച്ച് നേരത്തേക്ക് എനിക്ക് തലക്കൊരു പെരുപ്പായിരുന്നു. ദയവ് ചെയ്ത് ഇതിന് പാർട്ട് 2 എടുക്കരുത്. ഇപ്പം ഈ അടുത്ത് ഇറങ്ങണ എല്ലാ പടങ്ങളുടെയും പ്രശ്നങ്ങളാണ്. എന്താ പറയുക, ഒരു കാര്യമില്ലാതെ ഒരു പാർട്ട് 2 ഒക്കെ വെറുതെ അനൗൺസ് ചെയ്ത് കളയും. ദയവ് ചെയ്ത് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ എൻഡ് ചെയ്തൊരു പടം, അതങ്ങനെ തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനിൽ എനിക്ക് പടം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട്. പിന്നെ ഞാൻ പറയുന്നു, ബ്രൂട്ടലായിട്ടുള്ള പടമാണ്. മാർക്കും എല്ലാവരും പോയി കാണാൻ ശ്രമിക്കുക. ഇനി എന്താ പറയുക, കണ്ടു കഴിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന്. അപ്പം ശരിയെന്നാ.